എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് അറിയോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അപ്രതീക്ഷിതമായി ചിലത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. നമുക്ക് ഒന്നാമത്തെ ഫയലായ സ്ഫടികപാത്രം ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചു. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ പോകുന്നു. അത് നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് ദുഃഖവും വിഷമമൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് നിങ്ങൾക്കൊരു ചെറിയ സംശയം. ടെക്നിക്കൽ ആകുന്നു, അല്ലെങ്കിൽ യാന്ത്രികമാകുന്നു നിങ്ങളുടെ വ്യക്തിയുടെയും ഇഷ്ടം. ആ സ്നേഹത്തിന് ആദ്യം നല്ല രീതിയിലുള്ള ചില റെസ്പോൺസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ തീർത്തും യാന്ത്രികമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിങ്ങളെ സംബന്ധിച്ച് മാനസികമായിട്ടൊരുപാട് വിഷമം ഉളവാക്കിയൊരു കാര്യമാണ്. മാനസികമായിട്ടൊരുപാട് വിഷമം ഉണ്ടായൊരു കാര്യമാണ്. എന്തുകൊണ്ടത് യാന്ത്രികമായിപ്പോയി, എന്തുകൊണ്ടത് മനസ്സിൽ വിഷമം ഉണ്ടാകുന്ന തലത്തിലായിപ്പോയി എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ദുഃഖമുണ്ടായി. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ചെയ്തത്, ഈ കാര്യം പ്രവർത്തിച്ചത്. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റി അറിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടമെന്ന് പറയുന്നത് വല്ലാത്ത ഒരു അധിനിവേശം, അല്ലെങ്കിൽ ഒരു ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അർഹതപ്പെട്ടതല്ല എന്ന ഒരു കാര്യം അതിലുണ്ട്. നിങ്ങൾ അർഹതപ്പെട്ടതിൻ്റെ അപ്പുറത്തേക്കാണ് ആഗ്രഹിച്ചത് ആ വ്യക്തിയെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെ എത്തിയതാണെന്ന് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്കുള്ളൊരു ആഗ്രഹമായിരുന്നു ആ വ്യക്തിയെ നിങ്ങൾ മോഹിച്ചത്. അതിന് വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു, വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ അത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളത് അതിജീവിച്ചു. നിങ്ങളറിയാതെ ആ തടസ്സങ്ങൾ അതിജീവിച്ച് നിങ്ങൾ പോയി. പക്ഷേ പിന്നീട് ആ തടസ്സങ്ങൾ നിങ്ങൾക്കൊരു വെല്ലുവിളിയായി മാറി. ആ വ്യക്തിയിലെ ഒരുപക്ഷെ ആ വ്യക്തി ആ തടസ്സങ്ങളെക്കുറിച്ച് ആദ്യം ചിന്തിക്കാതിരുന്ന ആ വ്യക്തി പിന്നീട് ചിന്തിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളിൽ നിന്ന് ആ വ്യക്തി അകലുന്നൊരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. കാരണം ഒന്നാമത് നിങ്ങളൊരു അധിനിവേശം നടത്തിയിരിക്കുന്നു ആ വ്യക്തിയുടെ ബന്ധം ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിലേക്കൊരു കടന്നുകയറ്റം നിങ്ങൾ നടത്തി. ആ കടന്നുകയറ്റത്തിന് നിങ്ങൾക്ക് അർഹതയില്ലായിരുന്നു എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിയും ഒരുപക്ഷെ പിന്നീട് ചിന്തിച്ചേക്കാം. മറ്റുള്ളവർ നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുമെന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹം വിജയിക്കുമെന്ന് കണ്ടപ്പോൾ ഒരുപാട് അസൂയാലുക്കൾ ഒരുപക്ഷെ ഉണ്ടായി കാണാം. കാരണം ആർക്കും ലഭിക്കാത്ത വളരെ മൂല്യമുള്ള ഒരു വ്യക്തി, ആരും ആഗ്രഹിച്ചു പോകുന്നൊരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു കയറാൻ സമയം കിട്ടി, നിങ്ങൾക്ക് കടന്നു കയറാൻ അവസരം കിട്ടി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉരുത്തിരിയുന്നത്. കാരണം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ആ ബന്ധത്തിലൊരു വിള്ളലുണ്ടാകുക നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. അപ്പോൾ എല്ലാവരും കരുതി ഇനി ഒരിക്കലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഈ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ആ വ്യക്തിക്ക് അങ്ങനെ തോന്നിയെങ്കിലും ഇനി ആ വ്യക്തിക്ക് തോന്നാൻ പോകുന്നത് നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ചാണ്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് തകർന്നു പോയ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അത്ര ശോഭയില്ലാത്ത രീതിയിൽ മങ്ങി തീരെ ഇല്ലാതെ പോയ ആ പ്രണയം വീണ്ടും പൂക്കാൻ പോവുകയാണ്. വീണ്ടും നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കാൻ പോവുകയാണ്. അത് കഴിയുമ്പോഴാണ് നിങ്ങൾക്കറിയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയതാണ്. യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് മൂല്യമുണ്ട്. നിങ്ങളെ ഒഴിവാക്കാനല്ല ആ വ്യക്തി ശ്രമിച്ചത്. നിങ്ങൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനാണ്, നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. പോസിറ്റീവായിട്ടിത് ഭവിക്കാൻ പോവുകയാണ്. അടുത്തതായിട്ട് ചാരനിറത്തിലുള്ള പ്രാവ്
ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. എന്നും അവഗണിക്കപ്പെട്ടിട്ടുള്ളൂ ആ വ്യക്തി നിങ്ങളുടെ പ്രണയത്തിൽ സംബന്ധിച്ച്. നിങ്ങൾക്കാണ് ഇവിടെ ചിന്ത, ഒരു സുപ്പീരിയറിറ്റി ചിന്ത, ഒരു ഉയർന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ചിന്തയുടെ ഫലമായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ അംഗീകരിക്കാത്തൊരവസ്ഥയുണ്ടായി. കാരണം ആ വ്യക്തിയോടുള്ള ഓരോ പെരുമാറ്റത്തിലും നിങ്ങൾക്ക് ആ വ്യക്തിയേക്കാൾ വലിയ ആളെ കിട്ടും, അല്ലെങ്കിൽ ഒരു വലിയ വ്യക്തിയെ കിട്ടും. ഈ വ്യക്തിയോടൊപ്പം ചിലവഴിക്കുന്ന എൻ്റെ സമയം പാഴാകുന്നു, ഈ വ്യക്തിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്ങനെയുള്ള ഒരുപാട് ചിന്തകളിലേക്ക് നിങ്ങൾ പോവുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയോട് നിങ്ങൾക്ക് വല്ലാത്ത അവജ്ഞ തോന്നി. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ വെറുപ്പോടെ കണ്ടു. ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നത് വെറുപ്പോടെ കണ്ടതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയെ നിങ്ങൾ മൊത്തത്തിൽ അവഗണിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ നിങ്ങൾ അവഗണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എത്രയായാലും ആ വ്യക്തിക്കും അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കുറഞ്ഞ് തുടങ്ങുകയും നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ബാഡായിട്ടുള്ളൊരു ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു. കാരണം താൻ എത്ര സ്നേഹിച്ചിട്ടും തന്നെ അവഗണിക്കുകയാണല്ലോ, തന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, തന്നെ ഇത്ര അവഗണിക്കുന്ന ഒരാളുടെ മുമ്പിൽ താൻ എങ്ങനെ നിൽക്കും. ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ഇഷ്ടമായിരുന്നു, വലിയ താല്പര്യമായിരുന്നു. പക്ഷെ നിങ്ങളുടെ സമീപനങ്ങൾ, നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും ഒക്കെ ആ വ്യക്തിയെ ധാരാളമായി വിഷമിപ്പിച്ചു. ആ വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും ആ വ്യക്തിയെ വേദനിപ്പിക്കാൻ നിങ്ങൾ തുടങ്ങി, ആ വ്യക്തിയെ ഹർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ വ്യക്തി പതുക്കെ നിങ്ങളിൽ നിന്ന് അകലാനുള്ള തീരുമാനമെടുത്തു. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ച് അകന്നു പോകാൻ തുനിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള പുറപ്പാടിലേക്ക് വന്നപ്പോൾ, നിങ്ങളിൽ നിന്ന് ചിറകടിച്ച് പറന്നു പോകാൻ വെമ്പൽ കൊണ്ട സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ ഉപരി ആ വ്യക്തിയുടെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിലാണ്. ആ വ്യക്തിയുടെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി നിങ്ങൾക്ക് ആ വ്യക്തിയോട് വീണ്ടും പ്രണയമാവുന്നു. ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോഴേക്കും കുറച്ച് സമയം വൈകിപ്പോകും. പിന്നീട് നിങ്ങൾ ഒരു വെപ്രാളപ്പെടൽ, ഹൃദയം മൊത്തം തകർന്ന രീതിയിൽ എൻ്റെ കയ്യിൽ വന്ന ഒരു മാണിക്യം കൈവിട്ടു പോയല്ലോ എന്നുള്ള ചിന്തയിൽ നിങ്ങൾ വരുന്നു. അവസാനം നിങ്ങൾക്ക് ആ വ്യക്തി നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങളെല്ലാ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട്, നിങ്ങളെല്ലാ വിഷമത്തിൻ്റെയും പരമാവധി അനുഭവിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോവുകയാണ്. അതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. അവസാനം നിങ്ങളെല്ലാ ചൂടും എല്ലാ വേദനയും അറിഞ്ഞതിന് ശേഷം ആ വ്യക്തിയെ അവഗണിക്കരുത് എന്നുള്ളത്, പിന്നെ ജീവിതകാലം മുഴുവനും ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.